രാവിലെ അമ്പാടീനെ സ്കൂളിലൊക്കെ വിട്ടിട്ടേ ഞാൻ ജസ്റ്റ് മുറ്റത്ത് കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയേ. അപ്പോഴാണ് ഇന്നലത്തെ കാറ്റത്താണെന്ന് തോന്നുന്നത് എന്റെ ഒരു ഹെലിക്കോണിയുടെ തണ്ട് താഴെ ഇങ്ങനെ വീണ് കിടപ്പുണ്ടായേ. വെട്ടിക്കളയാനുള്ള മടിയൊക്കെ കാരണം ഞാൻ അതിനെ നേരെ നിൽക്കുന്ന ഹെലിക്കോണിയുടെ കൂടെ അങ്ങ് ചേർത്ത് വെച്ചു. ഇനി നേരെ ആകുമായിരിക്കും. മുറ്റത്ത് ആകെ കരിയിലായിരുന്നേ. ഞാനപ്പോ അതൊക്കെ അങ്ങ് അടിച്ചു വാരി ചാർലിയുടെ കൂടിന്റെ അവിടെ ഒരു തെങ്ങുണ്ട്, അതിന്റെ ചോട്ടിലേക്ക് അങ്ങ് കൂട്ടിയേ. അപ്പൊ എനിക്കൊരു തേങ്ങയും കിട്ടി. തേങ്ങ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഞാനേ 2-3 കോവലിന്റെ തണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതില് 2 എണ്ണത്തില് കിളുത്ത് വന്നിട്ടുണ്ട്. പിടിച്ചു കിട്ടിയാൽ നല്ലതല്ലേ, വിഷമൊന്നും ഇല്ലാത്ത നല്ല കോവയ്ക്ക കഴിക്കാലോ. എനിക്കും അമ്പാടിക്കും ഒക്കെ കോവയ്ക്ക എന്ന് പറഞ്ഞാല് നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ് ഈ കണ്ടത്. ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ 2 കട്ടിങ്സ് വേറെ 2 ചട്ടിയിൽ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരത്തെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പം മുറ്റം കാണാൻ നല്ല ഭംഗിയായേ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തൂത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മുറ്റം ഇങ്ങനെ കാണാനായിട്ട്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടേ ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചേ. രാവിലെ ഗോതമ്പ് ദോശയും 2 കാടമുട്ട പുഴുങ്ങിയത്, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പെഷ്യൽ തേങ്ങാ ചട്നിയാണ്. എനിക്ക് പിന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഫുഡ് കഴിക്കണമെങ്കിൽ TV കണ്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ചു നേരം TV ഒക്കെ കണ്ട് അവിടെ അങ്ങ് ഇരുന്നു. പിന്നെ ഈ ടൈപ്പ് ഫിലിംസ് ഒക്കെ ആണെങ്കിൽ പറയേ വേണ്ട. ഫുഡ് കഴിക്കൽ കഴിഞ്ഞാലും ടിവിയുടെ മുന്നിൽ എണീക്കില്ല.